ലേൺ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ചാനലാണ്. ജീവിക്കാൻ പഠിക്കണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാനലാണ്. മുൻ എപ്പിസോഡുകളൊക്കെ തന്നെ നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നതാണ്. മനുഷ്യബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കണം, നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെ മെച്ചപ്പെടുത്തണം, നിങ്ങളുടെ ഭാര്യ എങ്ങനെ നല്ലവളായി തീരാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഭർത്താവിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നന്നാക്കിയെടുക്കാം, ഇതിനിടയിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന വിഷയങ്ങൾ അധികരിച്ചു കൊണ്ടൊക്കെയാണ് ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്നു. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണാനും നിങ്ങൾ മറക്കാതിരിക്കണം. ഇത് ഭാര്യമാർക്കുള്ള എപ്പിസോഡാണ്. ഭാര്യമാർ കണ്ടാൽ മതി, ഭർത്താവ് കാണണമെന്ന് ഒരു താല്പര്യവുമില്ല, കാണുകയും വേണ്ട. യഥാർത്ഥത്തിൽ നിങ്ങൾ ഭാര്യമാരൊക്കെ നന്നായി സങ്കടപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഭർത്താവിന് ഒരു കാമുകിയുണ്ട്, നിങ്ങൾ ഭാര്യയാണ്, അദ്ദേഹത്തിന് അഡീഷണലായി നിങ്ങളെ കൂടാതെ ഒരു കാമുകിയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിരവധി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ലഭിക്കപ്പെട്ട ചില ഗൈഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു ലേമാൻ കൺസെപ്റ്റിലല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ഡെപ്ത് ലെവൽ പഠിച്ചതിന് ശേഷമാണ് ഓരോന്നും പറയുന്നത്. ഞാൻ ആളുകളെ പഠിക്കുന്നുണ്ട്, ആളുകളെ ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട്, അവരുടെയൊക്കെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈ എപ്പിസോഡിലെ കഥാപാത്രം എന്ന് പറയുന്നത് റോഷൻ എന്ന് പറയുന്ന ഒരു 40 വയസ്സുകാരനായ ഭർത്താവാണ്. ഈ റോഷൻ യഥാർത്ഥത്തിൽ എൻ്റെ അടുക്കൽ വരുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരു സിവിൽ കേസ് നേച്ചറുള്ള ഒന്നാണ്, ഹൈക്കോടതിയിൽ മൂവ് ചെയ്യേണ്ടതാണ്, ഒരു അപ്പീൽ ഇഷ്യൂസാണ്. ഈ റോഷൻ ഇല്ലയൊന്നും ഞാൻ പറയുന്നില്ല. ഈ റോഷൻ എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണമായും എന്നോട് സമ്മതിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചു കൊള്ളാൻ എന്നോട് പറഞ്ഞു. പക്ഷേ പേര് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു. നല്ലവനായ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ നന്നായി വായിക്കുന്നുണ്ട്, കുറച്ചൊക്കെ എഴുതാറുണ്ട്, പക്ഷെ വലിയ എഴുത്തുകാരനൊന്നുമല്ല. വായിക്കുന്ന ആളുകളെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ റോഷനുമായി ഞാൻ കൂടുതൽ എടുത്തു. നന്നായി പാടും. എൻ്റെ അടുക്കൽ കേസിന് ശേഷം പലവട്ടം വിളിക്കുകയും പലവട്ടം നേരിൽ കാണുകയും ചെയ്ത വ്യക്തിയാണ്. നല്ലവനാണ്, മിടുക്കനാണ്, സുന്ദരനാണ്. സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഒരു സീരിയലിലോ സിനിമയിലോ അഭിനയിക്കാൻ തക്കതായ സൗന്ദര്യമുണ്ട്. ഏത് പെണ്ണും കണ്ടാൽ ഇഷ്ടപ്പെടും. നല്ല ആരോഗ്യവാനാണ്, ഒരു രോഗവും ഇല്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല. കാരണം അതിനുള്ള പ്രായമൊന്നും ആയില്ല, 40 വയസ്സിനകത്തേ ഉള്ളൂ. പുള്ളി വിവാഹം കഴിച്ചു. ഭാര്യ സുന്ദരി തന്നെയാണ്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, റോഷനും ജോലിയുണ്ട്. പക്ഷേ റോഷന് ഒരു കാമുകിയുണ്ട്. എന്തുകൊണ്ടാണ് റോഷൻ സുന്ദരിയായ ഭാര്യ ഉള്ളപ്പോൾ വേറൊരു കാമുകിയെ കൂട്ടിയത് എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അത് തോന്നാമല്ലോ. അങ്ങനെ റോഷനോട് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡിന് വേണ്ടി തന്നെയാണ്, വളരെ റീസെൻ്റായിട്ടാണ് ഞങ്ങൾ തമ്മിൽ ആ വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഞാൻ റോഷനോട് ചോദിച്ചത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, സുന്ദരിയാണല്ലോ ഭാര്യ, പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. റോഷൻ പറഞ്ഞ വിവരങ്ങൾ ഇതാണ്. ഭാര്യയ്ക്ക് പലപ്പോഴും ഒരു ഭർത്താവിന് കൊടുക്കേണ്ടതായ സ്നേഹം തരാൻ കഴിയാതെ വന്നാൽ ഏതൊരു പുരുഷനും മറ്റൊരു സ്ത്രീയെ തേടും. അത് എന്തിനാണ് എന്ന എൻ്റെ ചോദ്യത്തിനുള്ള റോഷൻ്റെ മറുപടി ഇതാണ്. പുരുഷൻ സ്നേഹം ആഗ്രഹിക്കും. ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ സ്നേഹം ആഗ്രഹിക്കും. ഈ സ്നേഹം തരാൻ സ്വന്തം ഭാര്യയ്ക്ക് കഴിയാതെ വന്നാൽ അയാൾ മറ്റൊരു പെണ്ണിൻ്റെ സ്നേഹം തേടും. ലഭിക്കുമെങ്കിൽ അയാൾ വാരിക്കോരി ആ സ്നേഹം കുടിക്കുകയും ചെയ്യും. ഈ വാക്ക് തന്നെയാണ് അയാൾ പറഞ്ഞത്. സ്നേഹം എവിടെ കിട്ടുമോ അവിടേക്ക് പെണ്ണുങ്ങൾ ചായുന്നത് പോലെ തന്നെ പുരുഷനും ചായും. ഇതിനകത്തുള്ള ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. റോഷൻ്റെ ഈ കാമുകി എന്ന് പറയുന്നത് മറ്റൊരാളിൻ്റെ ഭാര്യയുമാണ്. ആ വ്യക്തി ഈ കാമുകി റോഷനോട് പറഞ്ഞത്
അവൾക്ക് അവളെ ഭർത്താവ് അവൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ് അവൾ മറ്റൊരു പുരുഷന്റെ സ്നേഹം, അതായത് റോഷന്റെ സ്നേഹത്തിലേക്ക് ചാഞ്ഞത് എന്നാണ്. അപ്പം ഇതിൻ്റെ കോൺട്രഡിക്ഷൻ നിങ്ങൾ നോക്കുക. ഒരാൾ സ്വന്തം ഭാര്യയുടെ സ്നേഹം ലഭിക്കാതെ വന്നപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ സ്നേഹം തേടി പിടിച്ചു അവളെ കരവലയത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. അവളാകട്ടെ അവളെ ഭർത്താവിൽ നിന്നും സ്നേഹം കിട്ടാത്തത് കൊണ്ട് അവൾ മറ്റൊരാളിൻ്റെ ഭർത്താവ്, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായ പുരുഷനുമായി ചേർന്ന് സ്നേഹം പങ്കിടുന്നു. ബേസിക് ലോജിക്ക് എന്താണ്? എല്ലാ മനുഷ്യനും സ്നേഹം ആഗ്രഹിക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരാൾ വേലി ചാടും. അത് ഭാര്യ വേലി ചാടും, ഭർത്താവും വേലി ചാടും. പണ്ടത്തെ കാലം അല്ല ഇന്ന്. വേലി ചാടാനുള്ള ഓപ്ഷൻസ് നിരവധിയാണ്. കാരണം പെണ്ണിനും ആണിനും പണ്ട് ഒന്ന് ബന്ധപ്പെടണം, സംസാരിക്കണമെങ്കിൽ പാത്തും പതുങ്ങിയേ പറ്റുകയുള്ളൂ. എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് പണ്ടത്തെ കാലത്ത് ഒരാൾ ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിൽ ഏർപ്പെടുക. പ്രേമത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. ഒരു കത്ത്, പ്രണയലേഖനം പോലും കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് തപാലിൽ എഴുതി അയക്കാൻ പറ്റുമോ? അയക്കണമെങ്കിൽ വീടിൻ്റെ മേൽവിലാസത്തിലേ അയക്കാൻ പറ്റൂ. വീട്ടുകാർ അത് പൊളിച്ചു നോക്കിയാൽ പൊളിയും. റോഡിൽ വെച്ച് കണ്ട് ഇത് ഈ പ്രണയം പറയാമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ കാണും, നാട്ടിൽ മുഴുവൻ പാട്ടാവും. അപ്പോൾ പാത്തും പതുങ്ങിയും, ആ വാക്കാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണ് പണ്ട് പ്രണയിച്ചിരുന്നത്. ഇന്നോ വീട്ടിലെ മുറിക്കുള്ളിൽ ഇരുന്ന് തന്നെ പ്രേമിക്കാം. ഒരു മൊബൈൽ മാത്രം മതി, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലോ സുഖം, സന്തോഷം, സമാധാനം. വീട്ടിനകത്തിരുന്നു കൊണ്ട്, അപ്പുറം ഇപ്പോഴും പേരൻസ് ഉണ്ടെങ്കിൽ പോലും അവരെ നടുവിലിരുന്നു കൊണ്ട് തന്നെ ഈ മകൾക്ക് അല്ലെങ്കിൽ മകന്, കാമുകനോ അല്ലെങ്കിൽ കാമുകിക്കോ മെസ്സേജ് അയക്കാം. സംസാരിക്കാൻ മാറി നിൽക്കണമെന്നേ ഉള്ളൂ. മെസ്സേജിലൂടെയാണ് ഇപ്പം കൂടുതൽ പ്രണയം. മെസ്സേജുകളുടെ പ്രവാഹമാണ്. എന്താണ് ഏറ്റവും കൂടുതൽ മൊബൈലിൽ പ്രവഹിക്കുന്നത്? പ്രണയ സന്ദേശങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഓപ്ഷനിലേക്ക് സ്നേഹം കിട്ടാത്ത ആളുകൾ സ്നേഹത്തിന് വേണ്ടി ചായും, അങ്ങോട്ടേക്ക് പോകും. അതാണ് ഇവിടെ റോഷനിൽ നിന്നും നമ്മൾ കണ്ടത്. സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിന് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ റോഷനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്നേഹം കിട്ടാൻ റോഷൻ ആഗ്രഹിക്കുന്നത് ഭാര്യയിൽ നിന്നും. റോഷൻ പറയുന്നത്, ഞാനുമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ വലിയ, അവൾ സുന്ദരിയൊക്കെ തന്നെയാണ്, അവൾ ഭക്ഷണമൊക്കെ എനിക്ക് കൃത്യമായും രുചികരമായിട്ടൊക്കെ ഉണ്ടാക്കിത്തരും. പക്ഷേ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്നോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും ഇഷ്ടമൊന്നുമില്ല. ഭാര്യ എന്നുള്ള നിലയിൽ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും മറ്റുമൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് കാണിക്കേണ്ടതായ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെ ഭാര്യയെ ഞാൻ വൈകുമ്പോൾ എന്തേ വൈകിയത്, എത്താത്ത എന്ത് എന്നുള്ള ഒരു ആകാംക്ഷ, അതിനുള്ള താല്പര്യം, അത് ഒരു ഭാര്യയിൽ നിന്നും ഉണ്ടാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമോ. എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ ഓഫീസിൽ ഞാൻ ലേറ്റ് ആകുമ്പോൾ എൻ്റെ മനസ്സിൽ അത്ര ഉണ്ടാവണം, ഭാര്യ കാത്തിരിക്കുകയാണ്, അവൾ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ഭയപ്പെടും. ശരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂസ് എൻ്റെ ഭാര്യയിൽ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടുള്ള ഒരു താല്പര്യം എന്നിൽ ജനിക്കുന്നത്. പക്ഷേ ഞാൻ എത്ര വൈകി വന്നാലും എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല, എന്താ ലേറ്റായെന്നും ചോദിക്കില്ല. സ്വാഭാവികമായിട്ടും വന്നതുപോലെ ഇരുന്നു. ഞാൻ അത്യാവശ്യം മക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കും. അങ്ങനെ ഭാര്യയ്ക്ക് എൻ്റെ ഓഫീസ് കാര്യം അറിയണമെന്നില്ല, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നില്ല. ഇദ്ദേഹം ധാരാളം വായിക്കുന്ന ആളുകളാണ്. ആ വായിക്കുന്ന പുസ്തകങ്ങളൊന്നും അടുക്കി വെക്കില്ല, പുസ്തകങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കില്ല. ഇയാൾ ഡയറിയിലൊക്കെ ചില കവിതകളൊക്കെ എഴുതി വെക്കും. അത് ഭാര്യയ്ക്ക് അറിയുകയും ചെയ്യുക. അതുപോലും ഭാര്യ തുറന്നു നോക്കൂല. ഭാര്യ മാത്രമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഭാര്യയിൽ ഒരു കാമുകിയെ ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കും. യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിന് ഒരു സെക്രട്ടറി ആയിരിക്കണം ഭാര്യ. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പറയുന്നതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതും സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അല്ല. എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ ആളായിരിക്കണം. ഭാര്യ ഇല്ലാതെ ഒരു മിനിറ്റ് ആ മനുഷ്യന് ആ വീട്ടിനകത്ത് നിൽക്കാൻ തോന്നരുത്. ഭാര്യ ഇല്ലേ, അയ്യോ ഞാൻ ആകെ കൂടി ഒറ്റപ്പെട്ട അവസ്ഥ, വളരെയധികം എനിക്ക് ടെൻഷൻ. ഭാര്യ ഇല്ലെങ്കിൽ
എടി എന്ന് വിളിച്ചുകൊണ്ട് ഭാര്യയുടെ സാമീപ്യം എനിക്ക് ഉണ്ടാകണം. ആ സാമീപ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഭാര്യ വിജയിച്ചാൽ ആ ദാമ്പത്യം ഓക്കെയാണ്. ഒരു ഭർത്താവും വേലി ചാടില്ല, കാമുകിയെ തേടില്ല, ഉറപ്പാണ്. കാരണം ഒരു കാമുകി നൽകുന്ന സ്നേഹം ഭാര്യയിൽ നിന്നും ഒരു ഭർത്താവിന് കിട്ടിയാൽ അയാൾ ഒരിക്കലും വേറൊരു ഭാര്യയെ അന്വേഷിച്ചു പോകില്ല. നിങ്ങൾ കരുതുന്നത് പോലെ, ഈ റോഷൻ എന്നോട് പറഞ്ഞ വാക്ക് തന്നെയാണ്, സാർ, കരുതുന്നത് പോലെ സെക്സിന് വേണ്ടി മാത്രം മറ്റൊരു സ്ത്രീയിലേക്ക് പോകാൻ എന്നെ പോലുള്ളൊരു വ്യക്തിക്ക് കഴിയില്ല. മറിച്ച് സ്നേഹമാണ് സാർ. സ്നേഹത്തിൽ അലിയാത്ത ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യ എന്നോട് സ്നേഹം പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു ലവ് അഫക്ഷനേറ്റ് വേഴ്സ് ഹാവ് നോട്ട് ബീൻ ഗെറ്റ് ഫ്രം മൈ പാർട്ട്ണർ. ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു അഫക്ഷനേറ്റ് ആയിട്ടുള്ള വാക്ക് കിട്ടിയിട്ടില്ല. ആക്ച്വലി ഐ ലൈക്ക് ദാറ്റ് അഫക്ഷനേറ്റ് വേഴ്സ് ഫ്രം മൈ പാർട്ട്ണർ. എൻ്റെ ബെസ്റ്റ് ഹാഫിൽ നിന്നും ഞാൻ അത് ആഗ്രഹിക്കുന്നു. അത് വരാതെയാകുമ്പോൾ ഞാൻ എൻ്റെ താല്പര്യങ്ങൾ കിട്ടുന്ന ഒരു പെണ്ണിലേക്ക് പോകുന്നു. അപ്പോൾ അവൾ ഭാര്യയായി ഇതെല്ലാം തരുമോ? അല്ല സാർ, കാമുകിയെ പോലെ തരും. എങ്ങനെ? അവൾ മിക്കപ്പോഴും എന്നോട് ചോദിക്കും, നീ എന്ത് കവിതയാ റോഷ നീ എഴുതിയത് എന്ന് ചോദിക്കും. അവൾ ചോദിക്കുന്നതിൻ്റെ മധുരം തന്നെ വളരെ അധികമുണ്ട്. കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ ആകാംക്ഷയോടെ കേട്ടിരിക്കും. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അവൾ കേട്ടിരിക്കും. അവൾക്ക് എന്നോട് സംസാരിക്കാനുള്ള താല്പര്യം, ഞാൻ നല്ലൊരു സംസാരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ കാതോർത്തിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ ആ തലത്തിലേക്ക് ഉയരുന്നില്ല. ഭാര്യയ്ക്ക് ഒരു പ്രശ്നം, എനിക്ക് തോന്നുന്നു എനിക്കൊരു കാമുകി ഉണ്ടെങ്കിൽ പോലും ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അറിയില്ല, എൻ്റെ ഈ റോഷനോ ഒരു കാമുകി ഉണ്ട് എന്നുള്ള കാര്യം അയാളുടെ ഭാര്യയ്ക്ക് അറിയില്ല. പക്ഷേ റോഷൻ പറയുന്നത് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും അവൾക്കൊരു പ്രശ്നമില്ല. കാരണം അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഭാര്യമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ സ്നേഹം കൊടുക്കണം. പക്ഷെ പലയിടത്തുമുള്ള ഒരു പ്രശ്നം, ഭാര്യമാരെന്ന് പറയുന്നത് ഭർത്താവ് എനിക്ക് താ എന്നിട്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളാണ്. ആരാദ്യം കൊടുക്കണം സ്നേഹം? ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം. ഭാര്യ ആഗ്രഹിക്കുന്നു ഭർത്താവ് താ ഞാൻ കൊടുക്കാം, ഭർത്താവ് ആഗ്രഹിക്കുന്നതോ നീ താ ഞാൻ തിരിച്ചു തരാം എന്നുള്ളതാണ്. തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നാലും അത് കിട്ടാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വെറുക്കപ്പെടും, സ്വാഭാവികമായും വെറുക്കും. സ്നേഹം കൊടുക്കലും വാങ്ങലുമാണ്. ആരാദ്യം കൊടുക്കണം എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ആരെങ്കിലും കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ട്രാൻസ്ഫറിങ് ആണ് ലവ്. സെക്ലൂഡഡ് അല്ല. നമ്മൾ സെക്ലൂഡഡ് മൈൻഡിൻ്റെ ആളുകളായി ജീവിക്കുമ്പോൾ നിങ്ങൾ വിരക്തി സ്വാഭാവികമാണ്. രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബത്തിൽ നിന്നും വന്നു ചേരുന്നതാണ് ദാമ്പത്യം. രണ്ട് തലങ്ങളാണത്. രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഐലൻഡുകളാണ്. ഒത്തുചേരുമ്പോൾ അതിന് ഒരു ഇമ്പം ഉണ്ടാകണം. ഒരു ഫാദർ സ്ഥിരമായി പറയുന്ന ഒരു വാക്കാണിത്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് അദ്ദേഹം പലവട്ടം പറയാറുള്ളത് ഫാക്ട്സ് ആണത്. ഇമ്പം പറയണം, അപ്പോൾ കൂടണം, കൂടിച്ചേരണം. രണ്ടും രണ്ട് ഡൊമൈനായി മാറരുത്. അത് മാത്രമാണ് റോഷനെ പോലുള്ളവർ ആഗ്രഹിക്കുന്നതും കിട്ടാതെ പോകുന്നതും. അതുകൊണ്ടാണ് റോഷൻ ഇവിടെ വേലി ചാടിയത്. തൻ്റെ ഭർത്താവിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോൾ മറ്റൊരാളിൻ്റെ ഭർത്താവായ സ്ത്രീ വേലി ചാടി റോഷനെടുക്കൽ വന്നതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ദീർഘിപ്പിച്ച ചില ആളുകൾക്ക് അയ്യോ ദീർഘമായി പോയി എന്ന് തോന്നും. നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഒരു നന്മയുടെ കാര്യം മനസ്സിലാക്കി തരാൻ അല്പസമയമെടുത്താൽ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളെ ഈ ചാനലിൽ പറയുള്ളൂ. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അടുത്ത അനുഭവം, ഇതിനേക്കാൾ രസകരമായ അനുഭവം അടുത്ത എപ്പിസോഡുകളിൽ പറയുന്നുണ്ട്. ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. നന്ദി.